ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ല? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഇന്നലെ ഓസ്ലറിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഈ പടം അനൗൺസ് ചെയ്ത മുതലേ ഒരു ഹൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിന്റെ ഡയറക്ടർ എന്നൊരു കാര്യമാണ്. പിന്നെ മമ്മൂക്ക ഈ പടത്തിൽ ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ട് എന്നൊരു ന്യൂസും വന്നിരുന്നു. അപ്പോൾ ഹൈപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. തിരക്കേടില്ലാത്തൊരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവസാനം ഇക്കയുടെ വോയിസ് വരുമ്പോൾ എൻ്റെ മോനെ കിടിലൻ. അപ്പോൾ ഇക്ക വില്ലനാണോ ഇനി എന്നൊക്കെ കുറച്ച് റൂമേഴ്സ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓസ്ലറിന്റെ ട്രെയിലർ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ പടത്തിന്റെ ടൈറ്റിൽ നോക്കാം. എബ്രഹാം ഓസ്ലർ. ഈ ഒരു ടൈറ്റിലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എബ്രഹാം എന്ന് എഴുതിയിരിക്കുന്നത് ബ്ലേഡ് പോലുള്ള ഒരു സംഭവത്തിലാണ്. അതെന്താണെന്ന് മനസ്സിലായോ? ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സ്കാൽപ്പൽ എന്ന ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മെഡിക്കൽ ഫീൽഡായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. മേ ബി ഒരു മെഡിക്കൽ ത്രില്ലർ ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറി ആകാനും ചാൻസ് കാണും. കാരണം ട്രെയിലറിൽ തന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണെന്ന് തോന്നിക്കുന്ന സീൻസ് ഒക്കെ കാണിച്ചു പോകുന്നുണ്ട്. അനശ്വരയുടെ ക്യാരക്ടറൊക്കെ മേ ബി ഫ്ലാഷ് ബാക്ക് ആകാനാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ അഞ്ചാം പാതിരിലൊക്കെ കണ്ട പോലെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. മേ ബി അതുപോലെ നീതീകരിക്കപ്പെടാനുള്ള ഒരു കാരണം ഈ ഒരു വില്ലനും കാണും. പിന്നെ വില്ലൻ മമ്മൂക്കയാണോ? കുറെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിക്കിപീഡിയയിലൊക്കെ നോക്കി വരുമ്പോൾ ഈ ഒരു സാധനം കണ്ടു. ഇത് കൺഫേം ഒന്നും ആക്കാൻ പറ്റില്ല, എന്നാലും ഒരു എൽഡർ ബ്രദർ ആയിട്ടായിരിക്കാം ഇക്കയുടെ ക്യാമിയോ. വില്ലൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഫ്ലാഷ് ബാക്കിലൊക്കെ ആയിട്ടായിരിക്കാം ഇക്കയുടെ എൻട്രി. പിന്നെ ഒരു കാര്യം, ഈ സിദ്ദിഖിന്റെ കഥാപാത്രം വോയിസ് ഓവറിലൂടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാനും താനും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണടോ എന്ന്. ചിലപ്പോൾ ഇത് ജയറാമിന്റെ ക്യാരക്ടറോട് ആയിരിക്കില്ല പറയുന്നത്. കാരണം ഓസ്ലർ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. വിക്കിപീഡിയയിലൊക്കെ പറയുന്ന പോലെ ബ്രദറായിട്ടാണേൽ ഇക്കയുടെ ക്യാരക്ടറിനോട് ആയിരിക്കുമോ ഇനി അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അനൂപ് മേനോന്റെ ക്യാരക്ടർ ഈ ഒരു ട്രെയിലറിലായിട്ട് പറയുന്നുണ്ട്, ഇറ്റ്സ് എ നമ്പർ 11 സ്കാൽപ്പൽ എന്ന്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിട്ടായിരിക്കണം ഇത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. മേ ബി വില്ലൻ ഒരു ഡോക്ടർ ആയിരിക്കാം. കാരണം സ്കാൽപ്പലൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നത് അവർക്കാണ് കൂടുതലും. അല്ലെങ്കിൽ ഡോക്ടർ ആകണമെന്നില്ല, പഠിച്ചു കാണും. ട്രെയിലർ ഫുള്ള് കണ്ടു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞുള്ള ഒരു റിവഞ്ച് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് നമ്മുടെ ഓസ്ലറിന്റെ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നൊക്കെ ആയിരിക്കും. ഓസ്ലറിന്റെ ക്യാരക്ടറിന് ഇൻസോംനിയ എന്ന അവസ്ഥയുണ്ട്. ഡിപ്രഷനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് ആ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം? ആ ഒരു കാരണത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് കാണുമായിരിക്കും. ഈ ഒരു മർഡർ ആയിട്ട് കണക്ഷൻ കൊണ്ടുവരുമെന്ന് കണ്ടറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.